കമലേഷ്, LDF സർക്കാരിന്റെ മറ്റൊരു അഭിമാന പദ്ധതി CM വിത്ത് മീ, അത് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന പദ്ധതിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും നമ്മളിപ്പോൾ കാണുകയുണ്ടായി. എന്തായാലും UDF സർക്കാർ അതും നിർത്തലാക്കുകയാണ്, അടച്ചു പൂട്ടുകയാണ്. തികച്ചും രാഷ്ട്രീയ ലക്ഷ്യം മാത്രം അല്ലേ? അക്ഷയ്, തീർച്ചയായും ഈ പദ്ധതി വിഭാവനം ചെയ്ത് അത് നടപ്പാക്കുക വഴി കേരളത്തിലെ ജനങ്ങൾ ആകെ കണ്ടത് രണ്ട് സർക്കാരുകൾ, രണ്ട് നിലപാടുകൾ, രണ്ട് നയങ്ങൾ എന്നുള്ളതായിരുന്നു. നേരത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്ന ഘട്ടത്തിൽ നടത്തിയിട്ടുള്ള ജനസമ്പർക്ക യാത്രകളെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. പലയിടങ്ങളിലും ഈ കിടപ്പ് രോഗികളെ ഉൾപ്പെടെ എടുത്തുകൊണ്ടുവന്ന് ഈ ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയും അവരെ തിരിച്ചു കൊണ്ടുപോവുകയും അത്തരത്തിൽ നിരവധി ആളുകൾ തിക്കും തിരക്കും കൂട്ടി നിരവധി ആളുകൾ മുഖ്യമന്ത്രിയെ കാണാനെത്തുകയും അവരുടെ നിവേദനങ്ങൾ വാങ്ങുകയും ഒക്കെ ചെയ്യുകയും അതിനൊന്നും ഒരു പരിഹാരവും ഉണ്ടാകാതെ പോവുകയും ഈ ജനസമ്പർക്ക പരിപാടികളെല്ലാം ഒരു പ്രഹസനം മാത്രമായി ഒതുങ്ങിപ്പോവുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടവും ഒരു സർക്കാരും ഒരു മുഖ്യമന്ത്രിയും നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. അതിന് പകരമാണ് ഇതെല്ലാം മുഖ്യമന്ത്രി നേരിട്ട് പോയി നിവേദനം വാങ്ങിയാൽ മാത്രം ശരിയാകുന്ന കാര്യങ്ങളല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ CM വിത്ത് മീ എന്ന ഒരു പദ്ധതി തന്നെ വിഭാവനം ചെയ്യുന്നത്. അവിടെ ആളുകൾക്ക് 24 മണിക്കൂറും തങ്ങളുടെ പരാതികൾ അറിയിക്കാനുള്ള ഒരു വേദി ഉണ്ടായിരുന്നു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കോൾ സെന്റർ ഉണ്ടായിരുന്നു. അവർ വിളിക്കുമ്പോൾ തന്നെ അതാത് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്കാണ് ഈ ഫോൺ കണക്ട് ചെയ്ത് കൊടുത്തിരുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങൾ പറയുകയും അതിൻ്റെ മറുപടി എന്താണ് എന്നുള്ളത് അവർക്ക് ആ ഘട്ടത്തിൽ തന്നെ കേൾക്കാനും മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കാനും കഴിയുന്ന നിലയിലേക്കാണ് ആ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. നിരവധി 10,000-കണക്കിന് ആളുകൾക്ക് അത് ഉപകാരപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ആ പദ്ധതി കൂടി ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് മാത്രമല്ല, നേരത്തെ EK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുമായി ഫോണിലൂടെ സംസാരിച്ച് പലതരത്തിലുള്ള പരാതികൾ അറിയിക്കുകയും അതിന് ഉടനടി ആ സമയത്ത് തന്നെ ലൈവായി ആ ഉദ്യോഗസ്ഥനെ വിളിക്കുകയും അതിൽ എന്താണ് വിശദാംശങ്ങളെന്ന് തേടുകയും അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്തിരുന്ന ഒരു നയം നേരത്തെ EK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് LDF സർക്കാർ നടപ്പാക്കിയതാണ്. സമാനമായ നിലയിലാണ് CM വിത്ത് മീ, മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന നിലയിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ കഴിഞ്ഞ സർക്കാർ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ പദ്ധതിയും ആരംഭിച്ചിട്ടുള്ളത്. അതിന് വലിയ ജനപിന്തുണ ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പലതരത്തിലുള്ള ആളുകൾക്ക്, അതായത് വളരെ സങ്കീർണമായ ഭൂമി തരംമാറ്റൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക്, അതുപോലെ 10ാം തരം തുല്യതാ പരീക്ഷയിൽ കിടപ്പ് രോഗിയായ ആളിന് വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് പരീക്ഷ എഴുതാനുള്ള സംവിധാനം, അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ കണ്ടിട്ടുള്ളതാണ്. ആ നിലയിൽ വളരെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ജനോപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതി കൂടി പുതിയ സർക്കാർ, UDF സർക്കാർ നിർത്തലാക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതി ഉൾപ്പെടെ നിർത്തലാക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ CM വിത്ത് മീ എന്ന പദ്ധതിയും നിർത്തലാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ 2025 സെപ്റ്റംബർ 29 ഈ പദ്ധതി ആരംഭിക്കുന്നത്. അതിൽ തന്നെ ആകെ വന്നിട്ടുള്ള പരാതികൾ എന്ന് പറയുന്നത് ജനുവരി 21 വരെ, അതായത് 2026 ജനുവരി 21 വരെ മാത്രം 58,712 പരാതികളാണ് ഈ CM വിത്ത് മീ എന്ന പദ്ധതിയിലൂടെ വന്നിട്ടുള്ളത്. അതിൽ 38,880 പരാതികൾക്ക് ഉടൻ തന്നെ തീർപ്പ് കണ്ടെത്താനും കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് പകുതിയിലേറെ പരാതികൾ ഉടൻ തീർപ്പ് കണ്ടെത്താൻ കഴിഞ്ഞു. മറ്റ് പരാതികൾ, അതായത് അതിൻ്റെ ശതമാനം എന്ന് പറയുന്നത് 66.22% പരാതികളാണ് പരിഹരിക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ്. ഏതായാലും അതിൻ്റെ ബാക്കി പരാതികളെല്ലാം തന്നെ തുടർ നടപടികൾക്കായി ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് എത്തുന്നു, വകുപ്പുകളിലേക്ക് എത്തുന്നു. 48 മണിക്കൂറിനകം അതിന് പരിഹാരമുണ്ടാകുന്നു. ആ നിലയിൽ ജനങ്ങളെ ഏറെ സഹായകമായി അവർ കണ്ടിരുന്ന പദ്ധതി കൂടി നിർത്തലാക്കുന്നു എന്നുള്ളതാണ് VD സതീശൻ സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. ഇത് നിർത്തലാക്കുന്നു എന്നതിനൊപ്പം പകരം എന്ത് ഒരു പദ്ധതി നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുണ്ട് എന്ന ചോദ്യത്തിന് സർക്കാരിന് മറുപടിയുമില്ല. മറ്റൊരു പകരം പദ്ധതിയും വിഭാവനം ചെയ്യാൻ സർക്കാരിന് കഴിയുന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇത്തരത്തിൽ നിരവധി പദ്ധതികൾ കഴിഞ്ഞ സർക്കാർ ജനങ്ങളെ മുൻനിർത്തി, അതായത് ഏതൊക്കെ തരത്തിലുള്ള വികസനങ്ങൾ സാധ്യമായാലും ജനങ്ങൾക്ക് അതിൻ്റെ മധുരം വളരെ പെട്ടെന്ന് അനുഭവിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് അതിന് വികസനം എന്ന് നമുക്ക് പറയാൻ കഴിയുക. അത്തരത്തിൽ വികസനത്തിൻ്റെ മധുരം ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുന്ന നിലയിലുള്ള പല പദ്ധതികളാണ് കഴിഞ്ഞ LDF സർക്കാർ വിഭാവനം ചെയ്ത് നടപ്പാക്കിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു CM വിത്ത് മീ എന്ന ഒരു പരാതി പരിഹാര സെൽ ആയി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന പദ്ധതി. ആ പദ്ധതിയും അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ, ദൗർഭാഗ്യകരമായ കാര്യം. അക്ഷയ്.